Hey guys, welcome to EIKV and this is Vishnu. അപ്പം ഈ ഇല്ലുസ്ട്രേഷനിൽ എന്താണെന്ന് വെച്ചാൽ ഫ്രം ദി ഗിവൺ ഇൻഫർമേഷൻ ഗിവൺ ബിലോ അൺഫോർച്ചുനേറ്റ് ലിമിറ്റഡ് കാൽക്കുലേറ്റ് ദ ALTMANS സെറ്റ് സ്കോർ ആൻഡ് കമൻറ്റ്. അപ്പം അൺഫോർച്ചുനേറ്റ് ലിമിറ്റഡിൻ്റെ കുറച്ച് റേഷ്യോസ് ആണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. അപ്പം റേഷ്യോസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അവർ പറഞ്ഞേക്കുന്നത് ALTMANSൻ്റെ സെറ്റ് സ്കോറിന് മെത്തേഡിൽ റിസ്ക് പ്രിഡിക്ഷൻ നടത്താൻ വേണ്ടിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം റേഷ്യോസ് നമുക്ക് നോക്കാം. വർക്ക് ക്യാപിറ്റൽ ബൈ ടോട്ടൽ അസറ്റ് 45%, റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് 25%, ഏർണിംഗ്സ് ബിഫോർ ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് 30%, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ ഓഫ് ടോട്ടൽ ഡെറ്റ് 250%, ആൻഡ് സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് വിച്ച് ഗിവ്സ് 3 times. നമുക്ക് ഡയറക്റ്റ്ലി സൊല്യൂഷനിലേക്ക് പോകാം. സൊല്യൂഷനിലേക്ക് വരാൻ നേരത്ത് എന്താണെന്ന് വെച്ചാൽ ALTMANS മോഡൽ ഓഫ് റിസ്ക് പ്രിഡിക്ഷൻ ആണ് വന്നേക്കുന്നത്. അപ്പോൾ സെറ്റ് സ്കോറിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. അപ്പം ഞാൻ ആദ്യം ആ ഫോർമുല പറയും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫോർമുലയിലേക്ക് നമ്മുടെ ആ റേഷ്യോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ആ ആൻസർ വെച്ചിട്ട് വേറൊരു ക്രൈറ്റീരിയ ചെക്ക് ചെയ്തിട്ട് ആ ക്രൈറ്റീരിയ അകത്തു നിന്നാണ് നമ്മൾ റിസ്ക് ഉണ്ടോ റിസ്ക് ഇല്ല, അല്ലെങ്കിൽ കമ്പനി റിസ്ക് ഡിസ്ട്രസ് ആണോ അല്ലെ ബാങ്ക്രപ്റ്റ് ആണോ അല്ലേ ഒന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സെറ്റ് സ്കോറിൻ്റെ ഫോർമുല നമുക്ക് നോക്കാം. 1.2 x1 plus 1.4 x2 plus 3.3 x3 plus 0.06 x4 plus 1 x5. അപ്പോൾ ഇതാണ് നമുക്ക് ഫോർമുല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് x1 x2 x3 x4 x5 എന്തൊക്കെയാണ് നോക്കാം. x1 എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്, x2 റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്, x3 ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്, x4 മാർക്കറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ അസറ്റ്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഡിവൈഡ് ബൈ ബുക്ക് വാല്യൂ ഓഫ് ഡെറ്റ്, ആൻഡ് സെയിൽസ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്. അപ്പോൾ അതിൻ്റെ റെസ്പെക്റ്റീവ് പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഫോർമുലയിലേക്ക് നമ്മൾക്ക് ഈ x1 x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഫോർമുലയിലേക്ക് ആ പെർസെൻറ്റേജ് ഇടാൻ നേരത്ത് വരുന്നത് 1.2 ഇൻറ്റു 45%, 144 ഇൻറ്റു 25%, 3.3 ഇൻറ്റു 30%, 0.06 ഇൻറ്റു 0.6 ഇൻറ്റു 250%, ആൻഡ് 1 ഇൻറ്റു 3. അപ്പോൾ അത് വരുന്നത് 0.54 പ്ലസ് 0.35 പ്ലസ് 0.99 പ്ലസ് 1.5 പ്ലസ് 3. ടോട്ടൽ വരുന്നത് 6.38 വരും. അപ്പം അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ 3.3 ആണ് 6.38 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 6.38 ഈ ക്രൈറ്റീരിയയുടെ അകത്ത് എവിടെയാണ് വന്നതെന്ന് നോക്കണം. അപ്പോൾ ലെസ് ദാൻ എമൗണ്ട് 1.8ൻ്റെ ലെസ് ദാൻ ആണ്, അല്ലെ 1.8 വരെ ആണ്, അതിൻ്റെ അകത്താണ് ഈ ഫിഗറെങ്കിൽ ബാങ്ക്രപ്റ്റ് ആണ്. ഇനി 1.8 തൊട്ട് 2.99ൻ്റെ ഉള്ളിലാണ് ഈ നമ്മുടെ സെറ്റ് സ്കോർ ആൻസർ എങ്കിൽ അത് ഗ്രേ സോൺ ആണ്, മോസ്റ്റ് ലൈക്ലി ടു ബി ബാങ്ക്രപ്റ്റ് ആണ്. അപ്പോൾ അതും നമുക്ക് മോസ്റ്റ് ലൈക്ലി ആണ്, അത് പ്രോബബിലിറ്റി കൂടുതലാണ് ബാങ്ക്രപ്റ്റ് ആണ്. ഇനി 2.99ൽ മേളിലാണെങ്കിൽ സേഫ് സോൺ ആണ്, അതായത് കമ്പനി റിസ്കിലല്ല. അപ്പോൾ അതാണ് ALTMANS മോഡൽ എന്ന് പറയുന്നത്, മോഡൽ ഓഫ് റിസ്ക് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമുക്ക് ആസ് ദ വാല്യൂ ജനറേറ്റഡ് ഈസ് മോർ ദാൻ 2.99 it can be strongly predicted that the company is not bankrupt. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ 6.38 ആണ്, 2.99ന് മേളിലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അസ്യൂം ചെയ്യാം that the company is not bankrupt. Guys, thanks. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഇല്ലസ്ട്രേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. Thanks for watching this video. If you find this video helpful, please subscribe to my channel.